നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത്. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്ന് മോദി. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റാനുള്ള ആദ്യ ചുവടുവയ്പ് ഇന്ന് വെക്കുകയാണെന്നും മോദി. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാക്കാനാകൂ. കേരളത്തിൽ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മോദി നിർവഹിച്ചു. UK-യിൽ വീടുകളിൽ സർക്കാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് ധനസഹായവുമായി സർക്കാർ. ധനസഹായം നൽകുന്നത് ഓം ഹോംസ് പ്ലാൻ എന്ന പേരുള്ള പദ്ധതിയിലൂടെ. ധനസഹായത്തിനായി സർക്കാർ അനുവദിച്ചത് 15,000 പൗണ്ട് കോടി. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള വീടുകൾക്ക് ഈ പദ്ധതിയിലൂടെ ഗുണം ലഭിക്കും. ആയിരക്കണക്കിന് പൗണ്ടുകളുടെ സഹായം ഓരോ വീടുകൾക്കും ലഭിക്കുമെന്ന് സർക്കാർ. ഇംഗ്ലണ്ടിൽ കൂടുതൽ ക്യാൻസർ ഡോക്ടർമാരെ നിയമിക്കാനുള്ള തീരുമാനവുമായി UK സർക്കാർ. നീക്കം ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ക്യാൻസർ ചികിത്സയിൽ നേരിടുന്ന അസമത്വം കുറയ്ക്കാനായി. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ രോഗനിർണയവും ചികിത്സയും വൈകുന്ന സാഹചര്യം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ. പുതിയ നടപടികൾ വേഗത്തിൽ പരിശോധന നടത്തുവാനും രോഗം ആദ്യം കണ്ടെത്താനും ജീവൻ രക്ഷാ നിരക്ക് ഉയർത്താനും സഹായിക്കുമെന്ന് പ്രതീക്ഷ. UK-യിൽ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി എല്ലാ കുട്ടികൾക്കും സ്ക്രീനിംഗ് നടത്തുന്ന ഫലപ്രദമാണെന്ന് പുതിയ പഠന റിപ്പോർട്ട്. ലളിതമായ രക്തപരിശോധന UK-യിലെ എല്ലാ കുട്ടികൾക്കും നൽകാനാകുമെന്ന് ഗവേഷകർ. BBC റിപ്പോർട്ട് ചെയ്ത പഠനം ഡയബറ്റീസ് ചാരിറ്റികളുടെ പിന്തുണയോടെ നടപ്പാക്കിയ വലിയ ഗവേഷണ പദ്ധതിയുടെ ഭാഗം. എൽസ എന്ന പഠനത്തിന്റെ ഭാഗമായി 3 മുതൽ 13 വയസ്സുള്ള ഏകദേശം 17,000 കുട്ടികളെ ഇതിനകം പരിശോധിച്ചു. ഗാസയിലെ സമാധാനവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് ആഗോള സമാധാന പദ്ധതിയിലേക്ക് കാനഡയ്ക്കുള്ള ക്ഷണം പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സാമ്പത്തിക ഫോറത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരെ ശക്തമായി പ്രതികരിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നതിന് പിന്നാലെ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചത് പാകിസ്ഥാനും സൗദിയും അടക്കം 19 രാജ്യങ്ങൾ മാത്രം. JP മോർഗൻ ചേസിനെതിരെയും JC ഡയമണ്ടിനെതിരെയും നഷ്ടപരിഹാര കേസുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2021 ജനുവരി 6-ന് US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തിന് പിന്നാലെ തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ രാഷ്ട്രീയ കാരണങ്ങളാൽ അടച്ചു എന്നാരോപിച്ചാണ് $5 മില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയത്. കേസ് ഫയൽ ചെയ്തത് വ്യാഴാഴ്ച. കർണാടകത്തിൽ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിനെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത തേടി സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഗവർണർക്കെതിരെ നിയമ നടപടികൾ ചർച്ച ചെയ്തു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ. ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കാനുള്ള സാധ്യതയും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. NDAയിൽ ചേർന്നതിന് പിന്നാലെ 2020-ൽ ഭിന്നത രൂക്ഷം. 2020 പാർട്ടി NDAയിൽ അംഗമായത് അംഗീകരിക്കാനാകില്ലെന്ന് തൃക്കാക്കര നഗരസഭയിലെ ഏക 2020 അംഗമായ റെനി തോമസ്. സ്വതന്ത്ര പാർട്ടി എന്ന നിലയിലാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അങ്ങനെയാണ് അംഗമായതെന്നും റെനി. NDAയിലേക്ക് പോകാൻ തയ്യാറല്ല, ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും റെനി തോമസ്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ് ഇന്ന് വെക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാക്കാനാകൂ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി ഒരു മഹത്തായ സംരംഭത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിട്ടുണ്ട്. ഉന്തുവണ്ടിക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും പ്രയോജനം ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ശേഷം മോദി ഇക്കാര്യം വ്യക്തമാക്കി. നമസ്കാരം പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രി മലയാളത്തിൽ എന്റെ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. അമൃത് ഭാരത് ട്രെയിനുകളടക്കം ലഭിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് വലിയ സംതൃപ്തി നൽകുന്ന നിമിഷമാണിത്. കാരണം ഈ പദ്ധതികൾ പലതിനും കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി ലഭിക്കാൻ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ പദ്ധതികൾ അനുമതി നൽകിയതിന് പ്രധാനമന്ത്രിയോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിലും കേരളത്തോടുള്ള ഈ കരുതൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും അവയെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി ശ്രദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അടക്കം ചേർന്ന് വിമാനത്താവളത്തിൽ നിന്നും സ്വീകരിച്ചു. ബ്രിട്ടനിലെ വീടുകളിൽ ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കാൻ സോളാർ പാനലുകളും മറ്റ് ഹരിത സാങ്കേതിക വിദ്യകളും സ്ഥാപിക്കുന്നതിന് സർക്കാർ 15,000 പൗണ്ട് കോടി ധനസഹായം പ്രഖ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഉടനീളമുള്ള വീടുകൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. ആയിരക്കണക്കിന് പൗണ്ടുകളുടെ സഹായം ഓരോ വീടുകൾക്ക് ലഭിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.
വോം ഹോംസ് പ്ലാൻ എന്ന പേരിലുള്ള പദ്ധതിയിലൂടെ വീടുകൾക്ക് സോളാർ പാനലുകൾ, ഊർജ്ജക്ഷമമായ ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം നൽകും. ഇതോടൊപ്പം വാടകക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പുതിയ നടപടികൾ ഉണ്ടാകും. ഇന്ധന ചെലവ് ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. സോളാർ പാനലുകൾ സ്ഥാപിച്ച വീടുകളുടെ എണ്ണം 3 ഇരട്ടിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. റൂഫ് ടോപ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നീക്കത്തിലൂടെ ഏകദേശം 10 ലക്ഷം പേരെ ഇന്ധന ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തെടുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥ മാറ്റത്തിനുമെതിരായ നടപടികൾ ഈ പദ്ധതി ശക്തി പകരും. ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ക്യാൻസർ ചികിത്സയിലെ വലിയ അസമത്വം കുറയ്ക്കാൻ കൂടുതൽ ക്യാൻസർ ഡോക്ടർമാരെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനം. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ രോഗനിർണയവും ചികിത്സയും വൈകുന്ന സാഹചര്യം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ. പുതിയ നടപടികൾ വേഗത്തിൽ പരിശോധന നടത്തുവാനും രോഗം ആദ്യം കണ്ടെത്തുവാനും ജീവൻ രക്ഷാ നിരക്ക് ഉയർത്തുവാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷപ്പെടുന്നത്. നഗരത്തിലെ വലിയ ആശുപത്രികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രാമതീര പ്രദേശങ്ങളിൽ ആശുപത്രികൾ, പ്രത്യേകിച്ച് മുതിർന്ന ക്യാൻസർ വിദഗ്ധരുടെ കുറവുണ്ട്. ഇത് രോഗികൾക്ക് കാത്തിരിപ്പ് നീളാനും ചികിത്സ വൈകുവാനും കാരണമാകുന്നു. പുതിയ പദ്ധതിയിൽ ഈ പ്രദേശങ്ങളിലെ ആശുപത്രിയിൽ കൂടുതൽ യുവ ഡോക്ടർമാർ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് പരിശീലന അവസരങ്ങൾ നൽകും. എത്ര അധികം പരിശീലന സീറ്റുകൾ ഉണ്ടാകുമെന്നത് ആരോഗ്യ വകുപ്പും NHS തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നീക്കം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിൽ പ്രഖ്യാപിക്കുന്ന ദേശീയ ക്യാൻസർ പദ്ധതിയുടെ ഭാഗമാണ്. മാക്സിമിലിയൻ ക്യാൻസർ സപ്പോർട്ടും ക്യാൻസർ റിസർച്ച് UK പദ്ധതിയും സ്വാഗതം ചെയ്തു. ദരിദ്രബാധിത മേഖലകളിൽ ക്യാൻസർ മരണനിരക്ക് കൂടുതലാണെന്നും എല്ലാവർക്കും ഒരുപോലെ മികച്ച പരിശോധനയും ചികിത്സയും ലഭിക്കണമെന്നും സംഘടനകൾ വ്യക്തമാക്കി. പുതിയ പദ്ധതിയിൽ ചികിത്സയ്ക്കുള്ള സമയപരിധികൾ കർശനമാക്കും. AI ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രോഗം വേഗത്തിൽ കണ്ടെത്താൻ കൂടുതൽ നിക്ഷേപം നടത്തും. എന്നാൽ ദീർഘകാല ഗുണഫലത്തിനായി പരിശീലനം പൂർത്തിയാക്കിയ ശേഷം തുടരാൻ കഴിയുന്ന സ്ഥിരം കൺസൾട്ടന്റ് തസ്തികകളും ആവശ്യമാണെന്നും റേഡിയോളജിസ്റ്റുകളുടെ സംഘടന മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം ഷെയറിൽ നിർമ്മിക്കാൻ അനുമതി നൽകിയ AI ഡേറ്റാ സെന്ററിന് നൽകിയ സർക്കാർ അംഗീകാരം റദ്ദാക്കേണ്ടതാണെന്ന് സർക്കാർ തന്നെ കോടതിയിൽ സമ്മതിച്ചു. പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി വിലയിരുത്താതെയാണ് അനുമതി നൽകിയതെന്നും സർക്കാർ അംഗീകരിച്ചു. M25 പാതയ്ക്കരികിലെ ഗ്രീൻ ബെൽറ്റ് ഭൂമിയിൽ നിർദ്ദേശിച്ച പദ്ധതിക്ക് പരിസ്ഥിതി പ്രഭാവ പഠനം നിർബന്ധമാക്കിയില്ല എന്നത് അപര്യാപ്തമായ കാരണം ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ പ്രചരണ സംഘങ്ങൾ ലജ്ജാകരമായ പിന്മാറ്റം നടത്തിയെന്നാണ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. ലേബർ സർക്കാരിന്റെ നിക്ഷേപം വേഗത്തിലാക്കാനുള്ള നയത്തിന്റെ ഭാഗമായി പ്രാദേശിക കൗൺസിലിന്റെ എതിർപ്പ് മറികടന്ന് മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ പിൻഗാമിയായ സ്റ്റീവ് റീഡ് സർക്കാർ ഗൗരവമായ തെറ്റ് നടത്തിയതായും കോടതിയിൽ സമ്മതിച്ചു. വെസ്റ്റ് ലണ്ടൻ ടെക്നോളജി പാർക്ക് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി ഏകദേശം £1 ബില്യൺ വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്ന് പ്രൊമോട്ടർമാർ അവകാശപ്പെടുന്നു. എന്നാൽ ഡേറ്റാ സെന്ററുകളുടെ ഉയർന്ന വൈദ്യുതി ഉപയോഗവും ജല ഉപയോഗവും കാർബൺ പുറന്തള്ളലും പരിഗണിച്ചില്ല എന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആരോപണം. ഡേറ്റാ സെന്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കി സാങ്കേതിക നിക്ഷേപം ആകർഷിക്കുവാനുള്ള സർക്കാരിന്റെ തന്ത്രത്തിന് ഈ കേസ് തിരിച്ചടിയായി. 2024 AI ഡേറ്റാ സെന്ററുകളെ സർക്കാർ ദേശീയാടിസ്ഥാനത്തിൽ സൗകര്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വലിയ ടെക് കമ്പനികളുടെ ലാഭത്തിന് മുൻഗണന നൽകിയ പൊതുജന താൽപര്യവും പരിസ്ഥിതിയും അവഗണിക്കുകയാണ് എന്ന സർക്കാർ വിമർശനം ശക്തമാണ്. 2024 1.6 ജിഗാവാട്ടായിരുന്ന ബ്രിട്ടനിലെ ഡേറ്റാ സെന്റർ ശേഷി 2030 4 ഇരട്ടി ഉയരുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. എങ്കിലും അതുപോലും ആവശ്യങ്ങൾക്ക് മതിയാകില്ല എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. UK-യിൽ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി എല്ലാ കുട്ടികൾക്കും സ്ക്രീനിംഗ് നടത്തുന്നത് ഫലപ്രദമാണെന്ന് പുതിയ പഠന റിപ്പോർട്ട്. ലളിതമായ രക്തപരിശോധന UK-യിലെ എല്ലാ കുട്ടികൾക്കും നൽകാനാകുമെന്നും ഗവേഷകർ പറയുന്നു. BBC റിപ്പോർട്ട് ചെയ്ത പഠനം ഡയബറ്റീസ് ചാരിറ്റികളുടെ പിന്തുണയോടെ നടപ്പാക്കിയ വലിയ ഗവേഷണ പദ്ധതിയുടെ ഭാഗം. ഇപ്പോൾ നിരവധി കുട്ടികൾക്കും യുവാക്കൾക്കും രോഗം കണ്ടെത്താതെ പോകുന്ന സാഹചര്യമുണ്ടെന്നും ഇതുമൂലം അടിയന്തര ആശുപത്രി ചികിത്സ ആവശ്യമായ ഡയബറ്റിക് കീറ്റോ ആസിഡോസ് പോലുള്ള ഗുരുതര അവസ്ഥകൾക്ക് സാധ്യത ഉയരുന്നതായും പഠനം ചൂണ്ടിക്കാട്ടുന്നു. പ്രമേഹം നേരത്തെ കണ്ടെത്തിയാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്ന ചികിത്സകൾക്ക് വേഗത്തിൽ ആരംഭിക്കുവാനും സാധിക്കും. എൽസ എന്ന പഠനത്തിന്റെ ഭാഗമായി 3 മുതൽ 13 വയസ്സ് വരെയുള്ള ഏകദേശം 17,000 കുട്ടികൾ ഇതിനകം പരിശോധിച്ചു. പഠനത്തിന്റെ ഭാഗമായി 12 വയസ്സുകാരിയായ ഇമോജൻ ഇപ്പോൾ പ്രമേഹത്തിന്റെ പുരോഗതി വൈകിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്ന് സ്വീകരിക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കാർ വിൽപ്പനയ്ക്കെന്ന പരസ്യം വിശ്വസിച്ച് ഇടപാട് നടത്തിയ മലയാളിക്ക് UK-യിൽ £1,420 നഷ്ടമായി. ഏകദേശം £2,000 വിലയുള്ള കാർ എന്ന പേരിൽ റോദർഹാമിലെ ഒരു ഗ്യാരേജിൽ നിന്നാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട വ്യക്തി മുൻകൂറായി പണം ആവശ്യപ്പെടുകയായിരുന്നു. പണം അടച്ചതോടെ ഇൻവോയ്സ് ലഭിച്ചില്ലെങ്കിൽ പറഞ്ഞ ദിവസം കാർ കൈമാറിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗ്യാരേജിന്റെ പേരിൽ മറ്റൊരാൾ നടത്തിയ തട്ടിപ്പാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ
സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന കാർ വിൽപ്പന ഇടപാടുകളിലെ തട്ടിപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യകതയിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നത്. വ്യാജ ഇൻവോയ്സ് നൽകി മുൻകൂർ പണം ആവശ്യപ്പെടുന്നതാണ് ഇത്തരം തട്ടിപ്പുകളുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാൻ കാർ വാങ്ങുന്നതിന് മുൻപ് നേരിട്ട് വാഹനം കാണുക, ഗ്യാരേജ് യാഥാർത്ഥ്യമാണോ എന്ന് ഗൂഗിൾ മാപ്സ്, കമ്പനീസ് ഹൗസ് രജിസ്ട്രേഷൻസ് എന്നിവ വഴി പരിശോധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. മുൻകൂർ പണം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങൾ തട്ടിപ്പിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം ഇടപാടുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള മുൻ വിശ്വസനീയമായ രേഖകൾ പരിശോധിക്കുകയും വേണം. സംശയകരമായ ഇടപാടുകൾ കണ്ടാൽ ഉടൻ പരാതി നൽകണമെന്നും അധികൃതർ അറിയിച്ചു. ഫേസ് മാർക്കറ്റിംഗ് പ്ലേസിലൂടെ നടക്കുന്ന ഈ ഓൺലൈൻ വാങ്ങലുകളുടെ വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നതായും യുകെയിലെ TSB ബാങ്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 നവംബറിൽ നടത്തിയ അന്വേഷണത്തിൽ പരിശോധിച്ച പരസ്യങ്ങൾ 34% വ്യാജമാണെന്നും TSB കണ്ടെത്തി. കാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലാണ് കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്. മുൻകൂർ പണം ആവശ്യപ്പെട്ടാൽ നേരിട്ട് സാധനം വാങ്ങാൻ അനുവദിക്കാതെ ഇരിക്കൽ, വ്യാജ വെബ്സൈറ്റുകളിലേക്ക് പേയ്മെന്റ് വഴിതിരിക്കൽ തുടങ്ങിയതാണ് പ്രധാന തന്ത്രങ്ങൾ. 2023 മാത്രം ഫേസ് മാർക്കറ്റ് പ്ലേസിലൂടെ യുകെയിൽ ഏകദേശം 60 മില്യൺ പൗണ്ടാണ് പലർക്കായി നഷ്ടമായത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പ് പരസ്യങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഗാസയിലെ സമാധാനവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് ആഗോള സമാധാന പദ്ധതിയിലേക്ക് കാനഡയിലേക്കുള്ള ക്ഷണം പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സാമ്പത്തിക ഫോറത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരെ ശക്തമായി പ്രതികരിച്ച കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം പിൻവലിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയത്. പ്രിയപ്പെട്ട കാർണി, ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം പിൻവലിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്ന് ട്രംപ് കുറിച്ചു. ട്രംപ് സ്ഥിര മേധാവിയായി തുടരുന്ന സമിതിയിൽ ചേരാനായി അമേരിക്ക 50ഓളം രാജ്യങ്ങൾക്ക് ക്ഷണം അയച്ചിരുന്നു. അമേരിക്ക കാരണം മാത്രമാണ് കാനഡ നിലനിൽക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ മറുപടിയുമായി കാർണി രംഗത്ത് വന്നിരുന്നു. കാനഡയും അമേരിക്കയും തമ്മിൽ ശ്രദ്ധേയമായ പങ്കാളിത്തമുണ്ട്. എന്നാൽ അമേരിക്ക കാരണം മാത്രമല്ല കാനഡ ജീവിക്കുന്നത്. കാനഡ മുന്നേറുന്നത് ഞങ്ങൾ കാനഡക്കാരായതിനാലാണെന്നാണ് കാർണി ക്യൂബക് സിറ്റിയിലെ പുതിയ സഭാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ അഭിസംബോധനയിൽ വ്യക്തമാക്കിയത്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കാർണി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു ഇത്. അതേസമയം പാകിസ്ഥാനും സൗദിയും അടക്കം 19 രാജ്യങ്ങൾ മാത്രമാണ് ബോർഡ് ഓഫ് പീസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചത്. UAE, ഖത്തർ, ഇന്തോനേഷ്യ, അർജന്റീന, തുർക്കി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. എന്നാൽ ചൈന, റഷ്യ, ഫ്രാൻസ്, UK എന്നീ UN സുരക്ഷാ സമിതി അംഗങ്ങളെ ഉൾപ്പെടെ ട്രംപിന്റെ നടപടിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പുതിയ നീക്കം നിലവിലെ ലോകക്രമത്തിന് വെല്ലുവിളിയാണെന്ന വിമർശനവും ഐക്യരാഷ്ട്രസഭയും ട്രംപിന്റെ നീക്കത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 2021 ജനുവരി 6-ന് US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തിന് പിന്നാലെ തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ രാഷ്ട്രീയ കാരണങ്ങളാൽ അടച്ചു എന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് JP മോർഗൻ ചേസിനെതിരെയും ബാങ്കിന്റെ CEO JC ഡയമണ്ടിനെതിരെയും $5 ബില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകി. വ്യാഴാഴ്ച ഫയൽ ചെയ്ത കേസിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ JP മോർഗൻ നിയമവിരുദ്ധമായും വിവേചനപരമായും തന്റെ വ്യക്തിഗതവും ബിസിനസ് അക്കൗണ്ടുകളും അവസാനിപ്പിച്ചു എന്നാണ് ട്രംപിന്റെ ആരോപണം. ക്യാപിറ്റോൾ കലാപത്തിന് ശേഷം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ബാങ്ക് ഈ നടപടി സ്വീകരിച്ചതെന്നും കേസ് വ്യക്തമാക്കുന്നു. അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് ബാങ്കിംഗ് ചട്ടങ്ങൾ ലംഘിച്ചാണ്. തനിക്ക് മുന്നറിയിപ്പോ ന്യായമായ വിശദീകരണമോ നൽകിയില്ല. രാഷ്ട്രീയ അഭിപ്രായങ്ങളോടുള്ള വിരോധമാണ് തീരുമാനത്തിന് പിന്നിൽ. ഇതുമൂലമുള്ള വലിയ സാമ്പത്തിക നഷ്ടവും പ്രതിച്ഛായയ്ക്ക് കേടുപാടും സംഭവിച്ചു തുടങ്ങിയ വാദങ്ങളാണ് കേസിൽ ട്രംപ് നിരത്തുന്നത്. കേസിൽ JP മോർഗനൊപ്പം CEO ജെയ്മി ഡയമണ്ടിനെതിരെയും വ്യക്തിപരമായി പ്രതിയാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ നയം എന്ന പേരിൽ നടത്തിയ നടപടി യാഥാർത്ഥ്യത്തിൽ രാഷ്ട്രീയ വിവേചനമാണെന്നും ട്രംപ് ആരോപിക്കുന്നു. അതേസമയം ക്യാപിറ്റോൾ കലാപത്തിന് ശേഷം നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ ട്രംപുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും ഇടപാടുകളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അന്ന് ബാങ്കുകൾ എടുത്ത തീരുമാനത്തിന് സുരക്ഷാ റിസ്ക് വിലയിരുത്തലിന്റെ ഭാഗമെന്നായിരുന്നു അവയുടെ വിശദീകരണം. ട്രംപിന്റെ പുതിയ കേസ് രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ പേരിൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ ഒഴിവാക്കുമോ എന്ന ചർച്ച വീണ്ടും ശക്തമാവുകയാണ്. JP മോർഗൻ ഇതുവരെയും കേസിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ കർശന നടപടികൾക്ക് 1 വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ അമേരിക്ക വിടുന്നതായി പുതിയ പ്രോത്സാഹന പദ്ധതി ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാടുവിടാൻ സ്വയം തയ്യാറാകുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് $2,600 വീതം എക്സിറ്റ് പേയ്മെന്റ് നൽകുമെന്നും DHS സെക്രട്ടറി ക്രിസ്റ്റ്യൻ നോയം അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രഖ്യാപനം. CBP ഹോം എന്ന പദ്ധതിയിലൂടെ ഇതിനകം 10,000-കണക്കിന് ആളുകൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും നോയം വ്യക്തമാക്കി. 2025 ജനുവരി മുതൽ ഇതുവരെ കുറഞ്ഞത് 22 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യത്ത് നിന്ന് മടങ്ങിയതായും അവർ കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം 1 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം. താൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അമേരിക്ക വേഗത്തിൽ തന്നെ നശിച്ചു പോകുമായിരുന്നു എന്നും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് രാജ്യം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു എന്നും ട്രംപ് ആരോപിച്ചു. താൻ വലിയ കുഴപ്പമാണ് ഏറ്റെടുത്തിരുന്നതെങ്കിലും അവയെല്ലാം തിരുത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത്. മിനസോട്ടയിൽ നടപ്പാക്കിയ കുറ്റകൃത്യങ്ങൾക്കെതിരായ കർശന നടപടികളുടെ ഭാഗമായി
ഭാഗമായി അടുത്തിടെ അറസ്റ്റ് ചെയ്ത അനധികൃത കുടിയേറ്റ കുറ്റവാളികളുടെ മക്ഷോട്ടുകളും ചിത്രങ്ങളും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. ഇവരിൽ ഭൂരിഭാഗവും കൊലപാതകങ്ങളും മറ്റ് ഗുരുതര അക്രമ കുറ്റങ്ങളിലും പ്രതികളാണെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ട്രംപിന്റെ പ്രധാന നേട്ടങ്ങളെ വൈറ്റ് ഹൌസ് പ്രശംസിച്ചു. പരിവർത്തനാത്മകമായ ഫലങ്ങളാണ് ട്രംപ് കൈവരിച്ചതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിലയിരുത്തൽ. ട്രംപിന്റെ 365 ദിവസം 365 വിജയങ്ങൾ എന്ന പേരിൽ വൈറ്റ് ഹൌസ് വെബ്സൈറ്റിൽ ഒരു രേഖയും പ്രസിദ്ധീകരിച്ചു. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ യുഗം ആരംഭിച്ചതായും അതിൽ പറയുന്നു. ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിനെ പുറത്താക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതില്ല എന്നും ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രത്തെയും സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. മോർട്ട്ഗേജ് തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് ലിസ കുക്കിനെ ട്രംപ് പുറത്താക്കിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്ക് ന്യായമായ വാദാവകാശം നൽകിയില്ലെന്നും കുക്ക് കോടതിയെ അറിയിച്ചു. ട്രംപ് നിയമിച്ച കൺസർവേറ്റീവ് ജഡ്ജിയായ ബ്രെറ്റ് കാവനോ ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ പോലും കുക്കിന്റെ വാദങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. കൂടുതൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്താണ് ഭയം എന്നാണ് കാവനോട് ചോദിച്ചത്. പ്രസിഡന്റിന്റെ പരിമിതിയില്ലാത്ത അധികാരം നൽകുന്ന വ്യാഖ്യാനം ഫെഡിന്റെ സ്വതന്ത്രതയെ തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിയമപ്രകാരം ഫെഡറൽ റിസർവ് ഗവർണറെ യോഗ്യമായ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമേ പുറത്താക്കാൻ കഴിയൂ. ഈ വ്യവസ്ഥ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും കേന്ദ്ര ബാങ്കിനെ സംരക്ഷിക്കുന്നതിനുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുക്ക് ഒരേ സമയം 2 പ്രധാന വസതികളായ മോർട്ട്ഗേജ് രേഖകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. എന്നാൽ ഇത് ഭാഗികവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണമാണ് എന്നും ക്രിമിനൽ കുറ്റമോ വഞ്ചനയോ ഇല്ല എന്നാണ് കുക്കിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയത്. കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ കുക്കിനെ പുറത്താക്കരുതെന്നും കീഴ്ക്കോടതികൾ നൽകിയ ഉത്തരവ് തുടരണമെന്നും സുപ്രീം കോടതി സൂചന നൽകി. ഫെഡിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തിന് ഈ കേസ് നിർണായകമാണ് എന്നാണ് ജസ്റ്റിസുമാർ നിരീക്ഷിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.65 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 91.61 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 107.66 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.44 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. കർണാടകത്തിൽ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ടിനെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത തേടി സർക്കാർ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഗവർണർക്കെതിരെ സ്വീകരിക്കാൻ ആകുന്ന നടപടികൾ ചർച്ച ചെയ്തു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത് അയക്കാനുള്ള സാധ്യതയും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. പുതുവർഷത്തിലെ ആദ്യ സമ്മേളനത്തിൽ ഇന്നലെ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ട് എത്തിയെങ്കിലും നയപ്രഖ്യാപന പ്രസംഗം പേരിന് മാത്രം വായിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ദേശീയഗാനം പൂർത്തിയാക്കും മുമ്പ് ഇറങ്ങിപ്പോയ ഗവർണറുടെ നടപടി സർക്കാർ ആയുധമാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. സഭാ നടപടികളിലേക്ക് കടക്കും മുന്നേ മന്ത്രിസഭാ ഉപദേശക സമിതിയുടെ യോഗം മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പുരുഷന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഷർട്ട് ഊരിവെക്കണം. മുമ്പ് അതിരാവിലെ മഹാപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് മാത്രമേ ഇത് ബാധകമായിരുന്നുള്ളൂ. പുതിയ നിയമപ്രകാരം ദർശന സമയത്ത് പുരുഷന്മാർ ഷർട്ട് ധരിക്കരുത്. സ്ത്രീകൾ പരമ്പരാഗതമായ വസ്ത്രം ധരിക്കണം. ജീൻസ്, ടീഷർട്ട്, കൈ പിടിപ്പിക്കാത്ത വസ്ത്രങ്ങൾ എന്നിവയ്ക്കും വിലക്കുണ്ട്. ചരിത്രപ്രധാനമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പവിത്രതയും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്നും ഭക്തർ നിർദ്ദേശം പാലിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനായി നവംബറിൽ റിസർവ് ബാങ്ക് ചെലവിട്ടത് $970 കോടി. അതായത് ഏകദേശം 88,859 കോടി രൂപ. ഒക്ടോബറിലേത് $1,188 കോടി ആയിരുന്നു. രൂപയുടെ വലിയ ചാഞ്ചാട്ടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നവംബറിൽ $1,435 കോടി ആണ് RBI വാങ്ങിയത്. അതേസമയം $2,406 കോടി വിറ്റഴിച്ചു. നവംബറിൽ ഡോളർ ഒന്നിന് 88.56 രൂപയ്ക്കും 89.45 രൂപയ്ക്കും ഇടയിലായിരുന്നു രൂപയുടെ മൂല്യം. അതിനുശേഷം വിദേശ ഫണ്ടുകളുടെ വിപണിയിലെ പിന്മാറ്റത്തെ തുടർന്ന് കുത്തനെ ഇടിഞ്ഞു. ഡിസംബറിൽ 91 രൂപയ്ക്ക് താഴെയായി. ഇതിന് പിന്നാലെ വിപണിയിലെ ഇടപെടലിലൂടെ RBI രൂപയുടെ മൂല്യം ഡോളറിന് 90 രൂപ നിലവാരത്തിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. ഏതാനും മാസങ്ങൾ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ കടുത്ത സമ്മർദ്ദം നേരിട്ട് വരികയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ വൈകുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 3 മാസത്തിനിടെ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം 88.20 രൂപ എന്ന നിലയിൽ നിന്നും 91.74 രൂപയായി ഇടിഞ്ഞു. ബുധനാഴ്ച റെക്കോർഡ് നിലവാരത്തിലേക്ക് ഇടിഞ്ഞ രൂപ വ്യാഴാഴ്ച നേരിയ തോതിൽ തിരിച്ചുവരവ് നടത്തി. 3 പൈസയുടെ നേട്ടവുമായി 91.62 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. വ്യാപാരത്തിനിടെ 91.48 രൂപ വരെ ഉയരുകയും ചെയ്തിരുന്നു. NDAയിൽ ചേരുന്നതിന് പിന്നാലെ 2020 ഭിന്നത.
2020 പാർട്ടി എൻഡിഎയിൽ അംഗമായത് അംഗീകരിക്കാനാകില്ലെന്ന് തൃക്കാക്കര നഗരസഭയിൽ ഏക 2020 അംഗമായ റെനി തോമസ്. സ്വതന്ത്ര പാർട്ടി എന്ന നിലയിലാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അങ്ങനെയാണ് അംഗമായതെന്നും റെനി തോമസ്. ഞങ്ങളോട് ചോദിച്ചിട്ടല്ല പാർട്ടി തീരുമാനമെടുത്തത്. എൻഡിഎയിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും റെനി തോമസ് വ്യക്തമാക്കി. പുത്രിക്കയിൽ 2020യുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. നറുക്കെടുപ്പിലൂടെയാണ് പുത്രിക്കയിൽ 2020 അധികാരത്തിലെത്തിയത്. 2020ക്കും കോൺഗ്രസിനും 7 സീറ്റുകൾ വീതമായിരുന്നു ലഭിച്ചത്. LDFന് 2 സീറ്റും. പിന്നാലെ നടത്തിയ നറുക്കെടുപ്പിൽ 2020ക്ക് ഭാഗ്യം തുണയ്ക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എൻഡിഎക്കെതിരെ LDFും UDFും കൈകോർക്കാൻ തീരുമാനിച്ചാൽ 2020ക്ക് ഭരണം നഷ്ടമാകും. കിഴക്കമ്പലം, തിരുവാണിയൂർ, ഐക്കരനാട് പഞ്ചായത്തുകളിൽ നിലവിൽ പേടിക്കാനുള്ള സാഹചര്യമില്ല. തിരുവാണിയിൽ 9 സീറ്റുകളാണ് 2020 നേടിയത്. LDFന് 5ഉം UDFന് 4 സീറ്റുമാണ് തിരുവാണിയിൽ നേടാൻ കഴിഞ്ഞത്. ഐക്കരനാട് പഞ്ചായത്തിൽ ആകെയുള്ള 16 സീറ്റിലും 2020ആണ് വിജയിച്ചത്. കിഴക്കമ്പലത്ത് 14 സീറ്റുകൾ 2020 അധികാരത്തിലെത്തി. എൻഡിഎയുമായി ചേർന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത അംഗങ്ങൾ കൂട്ടമായി രാജിവെക്കുകയോ പാർട്ടി മാറുകയോ ചെയ്താൽ മാത്രമേ ഈ പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമാവുകയുള്ളൂ. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിന്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. വടവുകോട് പുത്തൻകുരിശിൽ കോൺഗ്രസിന് ഭരണം ലഭിച്ചത് 2020യുടെ പിന്തുണയിലാണ്. പുത്തൻകുരിശ് പഞ്ചായത്തിൽ 7 സീറ്റ് കോൺഗ്രസിനും 8 സീറ്റ് LDFനും 2 സീറ്റ് 2020ക്കുമായിരുന്നു ലഭിച്ചത്. 2020യുടെ പിന്തുണയിൽ ഭരണം കോൺഗ്രസിന് ലഭിക്കുകയായിരുന്നു. പുത്തൻകുരിശിൽ കോൺഗ്രസിന്റെ തീരുമാനം എന്താവുമെന്നത് നിർണായകമാണ്. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ്. ഇടുക്കി ഇത്തവണ UDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന നിയമസഭാ മണ്ഡലമാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തൊടുപുഴയ്ക്ക് പുറമെ വിജയ സാധ്യതയുള്ള ഇടുക്കി കൂടെ കേരള കോൺഗ്രസിന് കൊടുക്കുന്നതിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എതിർപ്പാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ കുത്തക മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസ് എമ്മിനുള്ള 1ാം നമ്പർ നേതാവായ അദ്ദേഹം ഉയർന്നു. സംസ്ഥാന തലത്തിൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയതിനൊപ്പം ഭരണ നേട്ടം കാണിക്കാൻ ഒട്ടേറെ പദ്ധതികളും നടപ്പാക്കി. മണ്ഡലത്തിനുള്ളിലും വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും റോഷി ശ്രദ്ധിച്ചിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ റോഷിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കേരള കോൺഗ്രസിന് കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എതിർ സ്ഥാനാർത്ഥി ദുർബലനാണെങ്കിൽ റോഷി അഗസ്റ്റിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടും. 1980, 82, 87 കാലഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഘടകകക്ഷികളുടെ സഹായമില്ലാതെ ഇടുക്കി സീറ്റിൽ ജയിച്ചിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തിയാൽ ഇത്തവണ ഇടുക്കി എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഭൂപ്രശ്നങ്ങൾ ഇടുക്കി മണ്ഡലത്തിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടായാൽ ഭരണവിരുദ്ധ തരംഗം പ്രധാന ഘടകമാണ്. UDFനുള്ളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കട്ടപ്പന നഗരസഭയിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞതും ഇതിന് തെളിവാണ് എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ തരംഗം വോട്ടാക്കി മാറ്റണമെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പരസ്യ പ്രതികരണം അരുതെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയത് നേതാക്കൾക്ക് പലരെയും മൗനത്തിലാക്കിയിരിക്കുകയാണ്. VD സതീശൻ കട്ടപ്പനയിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചുവെങ്കിലും അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇനി സ്പോർട്സ്. ഇന്ത്യ ന്യൂസിലാൻഡ് 2ാം T20 പോരാട്ടങ്ങൾക്ക് ഇന്ന് റായ്പൂരിൽ തുടക്കം. വൈകിട്ട് 7-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ ജയം തുടരാൻ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ അങ്ങനെ ഇന്ത്യക്ക് തങ്ങളുടെ ലീഡ് ഉയർത്താൻ അവസരം കൂടിയാണിത്. ആദ്യ മത്സരത്തിലെ തോൽവിയിൽ നിന്നുമുള്ള ഒരു തിരിച്ചുവരവായിരിക്കും കിവീസിന്റെ ലക്ഷ്യം. ലോകകപ്പിന് മുന്നേയുള്ള ഇന്ത്യയുടെ അവസാന സീരീസ് എന്ന നിലയിൽ പരമ്പരയിലെ നേട്ടങ്ങൾ ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്നതായിരിക്കും. ഇന്ത്യയുടെ 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ആദ്യ മത്സരത്തിൽ നിരാശയായിരുന്നു നൽകിയത്. ഓപ്പണറായി വീണ്ടും അവസരം ലഭിച്ചിട്ടും 7 പന്തിൽ നിന്നും 10 റൺസ് മാത്രമായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം T20 മത്സരത്തിനായി കളത്തിലിറങ്ങുന്ന ഇഷാൻ ആകട്ടെ ആകെ അക്കൗണ്ടിൽ ചേർക്കാനായത് 5 പന്തിൽ നിന്നും 8 റൺസ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഈ 2ാം T20 നിർണായകമാണ്. T20യിലെ സഞ്ജുവിന്റെയും ഇഷാന്റെയും പ്രകടനം കണക്കിലെടുത്തായിരിക്കും ലോകകപ്പിൽ ആര് മൈതാനത്തിൽ ഇറങ്ങുമെന്ന ചോദ്യത്തിന് മാനേജ്മെന്റ് ഉത്തരം കണ്ടെത്തുക. തിരുവനന്തപുരത്ത് നടക്കുന്ന അവസാന മത്സരത്തിൽ സഞ്ജുവിന്റെ മിന്നും പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾ. ആ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ വീണ്ടും ഫോം വീണ്ടെടുത്ത് തന്റെ ബാറ്റിംഗ് മികവ് പ്രകടമാക്കേണ്ടതുണ്ട്. ആദ്യ T20 മത്സരത്തിൽ അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ് എന്നിവരുടെ റൺ വേട്ടയാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. മത്സരത്തിന്റെ കളിയിൽ താരമായത് അഭിഷേക് തന്നെയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത്. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്ന് മോദി. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റാനുള്ള ആദ്യ ചുവടുവയ്പ് ഇന്ന് വെക്കുകയാണെന്നും മോദി. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാക്കാനാകൂ. കേരളത്തിൽ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും. കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മോദി നിർവഹിച്ചു. UK-യിൽ വീടുകളിൽ സർക്കാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്ക് ധനസഹായവുമായി സർക്കാർ.
ധനസഹായം നൽകുന്നത് ഓം ഹോംസ് പ്ലാൻ എന്ന പേരുള്ള പദ്ധതിയിലൂടെ. ധനസഹായത്തിനായി സർക്കാർ അനുവദിച്ചത് 15,000 പൗണ്ട് കോടി. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള വീടുകൾക്ക് ഈ പദ്ധതിയിലൂടെ ഗുണം ലഭിക്കും. ആയിരക്കണക്കിന് പൗണ്ടുകളുടെ സഹായം ഓരോ വീടുകൾക്കും ലഭിക്കുമെന്ന് സർക്കാർ. ഇംഗ്ലണ്ടിൽ കൂടുതൽ ക്യാൻസർ ഡോക്ടർമാരെ നിയമിക്കാനുള്ള തീരുമാനവുമായി UK സർക്കാർ. നീക്കം ഇംഗ്ലണ്ടിലെ ഗ്രാമപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ക്യാൻസർ ചികിത്സയിൽ നേരിടുന്ന അസമത്വം കുറയ്ക്കാനായി. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ രോഗനിർണയവും ചികിത്സയും വൈകുന്ന സാഹചര്യം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ. പുതിയ നടപടികൾ വേഗത്തിൽ പരിശോധന നടത്തുവാനും രോഗം ആദ്യം കണ്ടെത്താനും ജീവൻ രക്ഷാ നിരക്ക് ഉയർത്താനും സഹായിക്കുമെന്ന് പ്രതീക്ഷ. UK-യിൽ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി എല്ലാ കുട്ടികൾക്കും സ്ക്രീനിംഗ് നടത്തുന്ന ഫലപ്രദമാണെന്ന് പുതിയ പഠന റിപ്പോർട്ട്. ലളിതമായ രക്തപരിശോധന UK-യിലെ എല്ലാ കുട്ടികൾക്കും നൽകാനാകുമെന്ന് ഗവേഷകർ. BBC റിപ്പോർട്ട് ചെയ്ത പഠനം ഡയബറ്റീസ് ചാരിറ്റികളുടെ പിന്തുണയോടെ നടപ്പാക്കിയ വലിയ ഗവേഷണ പദ്ധതിയുടെ ഭാഗം. എൽസ എന്ന പഠനത്തിന്റെ ഭാഗമായി 3 മുതൽ 13 വയസ്സുള്ള ഏകദേശം 17,000 കുട്ടികളെ ഇതിനകം പരിശോധിച്ചു. ഗാസയിലെ സമാധാനവും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് ആഗോള സമാധാന പദ്ധതിയിലേക്ക് കാനഡയ്ക്കുള്ള ക്ഷണം പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സാമ്പത്തിക ഫോറത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരെ ശക്തമായി പ്രതികരിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്ത് വന്നതിന് പിന്നാലെ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചത് പാകിസ്ഥാനും സൗദിയും അടക്കം 19 രാജ്യങ്ങൾ മാത്രം. JP മോർഗൻ ചേസിനെതിരെയും JC ഡയമണ്ടിനെതിരെയും നഷ്ടപരിഹാര കേസുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2021 ജനുവരി 6-ന് US ക്യാപിറ്റോളിൽ നടന്ന കലാപത്തിന് പിന്നാലെ തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ രാഷ്ട്രീയ കാരണങ്ങളാൽ അടച്ചു എന്നാരോപിച്ചാണ് $5 മില്യൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയത്. കേസ് ഫയൽ ചെയ്തത് വ്യാഴാഴ്ച. കർണാടകത്തിൽ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിനെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത തേടി സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ഗവർണർക്കെതിരെ നിയമ നടപടികൾ ചർച്ച ചെയ്തു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതിരുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ. ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കാനുള്ള സാധ്യതയും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. NDAയിൽ ചേർന്നതിന് പിന്നാലെ 2020-ൽ ഭിന്നത രൂക്ഷം. 2020 പാർട്ടി NDAയിൽ അംഗമായത് അംഗീകരിക്കാനാകില്ലെന്ന് തൃക്കാക്കര നഗരസഭയിലെ ഏക 2020 അംഗമായ റെനി തോമസ്. സ്വതന്ത്ര പാർട്ടി എന്ന നിലയിലാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അങ്ങനെയാണ് അംഗമായതെന്നും റെനി. NDAയിലേക്ക് പോകാൻ തയ്യാറല്ല, ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും റെനി തോമസ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.